ദിവസമായിട്ട് നമുക്ക് ഭഗവാന്റെ ഓരോരോ ലീലകൾ നമ്മളിവിടെ പാരായണം ചെയ്യുന്നു. ഭാഗവതത്തിൻ്റെ പ്രാധാന്യം ശ്രവണത്തിനാണ്. ശ്രവണം കേട്ടാൽ തന്നെ നമുക്കിതിൻ്റെ എല്ലാ വിധത്തിലുള്ള പാപങ്ങളും തീരും. ശ്രവിച്ചതിനെ അല്ലെങ്കിൽ കേട്ടതിനെ നമ്മൾ മനനം ചെയ്യുക. അതിനെ ഏതെങ്കിലും ഒരു ഭാഗവത തത്വമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ നമ്മുടെ ഈ മനുഷ്യജന്മം നമുക്ക് ധന്യമായാം. കാരണം കലിയുഗമാണ്. കലിയുഗത്തിൻ്റെ പകുതി പോലും ആയിട്ടില്ല. അപ്പം തന്നെ നമ്മുടെ കലിയുടെ ആ ഓരോ വൈഭവങ്ങൾ നമുക്ക് നിത്യേന നമുക്കറിയാവുന്നതാണ്. ഇതിലെല്ലാം പഴയ കാലത്ത് സപ്താഹങ്ങളൊന്നും ഇത്ര ധാരാളമായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ കഥകൾ കേൾക്കാൻ ധാരാളം സമയവും ധാരാളം സപ്താഹങ്ങളും നടക്കുന്നുണ്ട്. എത്ര പേര് ഇത് വിനിയോഗിക്കുന്നു എന്ന് നമുക്ക് സംശയമാണ്. ഇത്രയും പേര് നാളെ രാവിലെ മുതൽ ഉണ്ടാവില്ല അല്ലേ? നാളെ രാവിലെ കസേരയുടെ എണ്ണം ഉണ്ടാവും, നമ്മുടെ എണ്ണം കുറവാണ്. കാരണം പല പ്രാരാബ്ധങ്ങളാണ് നമുക്ക്. ഈ പ്രാരാബ്ധങ്ങൾ, അതാണ് സംസാരത്തിൽ നമുക്ക് എന്താ പ്രാരാബ്ധങ്ങളാവുന്ന മുതല നമ്മളെ വലിച്ച് കീപ്പോട്ട് കൊണ്ടുപോവുക. അപ്പം നമുക്ക് ഈ സംസാരം ആവുന്ന ജീവിതം, ഈ ജീവിതത്തിൽ എങ്ങനെ അക്കരെ കിടക്കുക? ധാരാളം മുതലുകൾ നമ്മളെ ഇങ്ങനെ വന്ന് കീപ്പോട്ട് പിടിച്ചു വയ്ക്കുക. ഓരോരോ പ്രാരാബ്ധങ്ങളാണ്, ദുരിതങ്ങളാണ്. ഇങ്ങനെ ജന്മാന്തര ദുരിതങ്ങൾ തീരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ക്ഷേത്രത്തിൽ വന്ന് നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ള അപരാധങ്ങളെല്ലാം ഭഗവാനോട് പറഞ്ഞ് ഈ ജന്മത്തിൽ നമുക്ക് അല്പായുസേ ഉള്ളൂ. നമുക്കിപ്പം ആ അല്പായുസിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ബുദ്ധി ഭഗവാൻ തരട്ടെ. നാമജപം മാത്രമേ ഉള്ളൂ ഈ കലിയുഗത്തിൽ നമുക്ക് കരകയറാൻ ഒരേ ഒരു മാർഗം നാമജപം മാത്രമേ ഉള്ളൂ. നാരായണ എന്ന് 4 അക്ഷരം എല്ലാവർക്കും ജപിക്കാൻ ബുദ്ധിമുട്ടാണ്. ആരും 4 അക്ഷരം വളരെ അത് ഉറക്കം ജപിക്കാൻ പറഞ്ഞാൽ ആരും ജപിക്കില്ല. കാരണം അതിന് നമുക്ക് കുറച്ച് സുഹൃതം ചെയ്യണം. കാര്യം 4 അക്ഷരം ഉള്ളെങ്കിലും എത്ര പേരൊന്ന് ഈ നാമജപം ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് ജപിക്കാൻ പറ്റുമോ? ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ചിന്ത മാറിക്കഴിഞ്ഞു. അപ്പോൾ അടുത്ത പ്രാരാബ്ധം നമ്മളെ വന്ന് പിടിക്കുകയായി. അപ്പം അതുകൊണ്ട് നാമജപം മാത്രമേ ഉള്ളൂ. നാരായണ എന്ന 4 അക്ഷരം മാത്രമേ നമുക്ക് ഈ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് ഒരു നല്ല വഴിക്കുള്ള മാർഗമുള്ളൂ. ഇന്ന് പല വിധത്തിലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ കഴിക്കുന്നുണ്ട് അല്ലേ? രാവിലെ എണീറ്റാൽ നമുക്ക് എത്ര ഗുളികയെന്ന്, ഗുളിക കാലമാണ് എല്ലാവർക്കും അല്ലേ? ഇവിടെ ഇരിക്കുന്നവർ ഗുളിക കഴിക്കാത്തവരാരോ ഉള്ളേ? ഒരു ഗുളിക കഴിക്കുന്നില്ലാത്തവർ ഗുളിക കാലമാണ്. ഗുളിക കഴിക്കാണ്ട് നമുക്ക് ജീവിതത്തിൽ പോകില്ല. പക്ഷേ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ട് അല്ലേ? ഒരു ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പം അടുത്ത ഒരു ഷുഗർ ഇല്ലാത്തവർക്ക് ഷുഗർ ഉണ്ടാവും, പ്രഷർ ഇല്ലാത്തവർക്ക് പ്രഷറാണ്. പക്ഷെ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരേ ഒരു ആൻറ്റിബയോട്ടിക് ഉണ്ട്. അത് നിങ്ങൾ കഴിക്കുന്നുണ്ടോ? സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരേ ഒരു ആൻറ്റിബയോട്ടിക് എന്താ? നാമജപം. ഒരു സൈഡ് എഫക്റ്റും ഇല്ല. പക്ഷേ നമ്മുടെ ജന്മാന്തര ദുരിതങ്ങൾ മുഴുവൻ ഒരു സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടില്ല. ഈ സാധനം പൈസ മുടക്കില്ല. ഉണ്ടോ? 10 നമുക്ക് മിനിറ്റ് നാമം ജപിക്കാം. ഭഗവാന്റെ നാമം ജപം. അത് നിങ്ങളൊന്നും പ്രാവർത്തികമാക്കി. നമ്മൾ നടക്കുമ്പോഴും ഓഫീസിൽ പോകുമ്പോഴും എപ്പോൾ വേണമെങ്കിലും ജപിക്കാവുന്ന 4 അക്ഷരം നാരായണ എന്ന്. ഒരു ഇത് നമുക്ക് നമ്മുടെ പോകുന്ന വഴിക്കെല്ലാം നമുക്ക് നല്ല സുഖമായിട്ടുള്ള നമ്മൾ പരീക്ഷിച്ച് നോക്കുക. എത്രയേ ഉള്ളൂ. ആകെ 5 പൈസ ചിലവില്ല അല്ലേ? കുറച്ച് സമയം നമ്മൾ അതിന് വേണ്ടി മെനക്കെടണമെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് 2 മൊബൈൽ ഇല്ലാത്തവർ എത്ര പേരുണ്ട്? 2 മൊബൈൽ ഇല്ലാത്തവർ വളരെ ചുരുക്കം അല്ലേ? ആ മൊബൈലിൽ ഒരെണ്ണത്തിനെങ്കിലും സഹസ്രനാമം കേൾക്കാറുണ്ടോ? മൊബൈൽ ഓണാക്കിക്കൊണ്ട്
ആരും മുങ്ങുന്നില്ല. ഒറ്റ രണ്ടോ ഒന്നുള്ള പേരേ ഉള്ളൂ. സഹസ്രനാമം കേൾക്കുന്നവർ എത്ര പേരുണ്ട് മൊബൈലില്? ഇതെന്തിനാ നമുക്ക് ഈ സാധനം തന്നേക്കണേ? രാവിലെ ഒരു വൈകിട്ട് വരെ നമ്മൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കും. ഈ സഹസ്രനാമത്തിൻ്റെ ഒരു പ്രസക്തി ഇപ്പം ഞങ്ങൾ ഈ ഈ ഭാഗത്തുള്ളവരോടാണ് പറയണേ കേട്ടോ. രാവിലെ എണീറ്റ് കുളിച്ച് വന്നാൽ ഉടനെ നമ്മളൊന്നും ചെയ്യണ്ട, അതൊന്ന് ഓണാക്കി നമ്മുടെ അടുപ്പിൻ്റെ ഇപ്പുറം എവിടെയും കൊണ്ടുവന്ന് ഈ സഹസ്രനാമം